നമസ്കാരം. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. അതെ, ഇന്ന് ഡ്രീം കം ട്രൂ ഡേ ആണ്. സ്വപ്നങ്ങളെ പിന്തുടർന്നവർക്കുള്ളതാണ് നമ്മുടെ ഈ ലോകം. മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഓരോ ചുവടുകൂടി അടുപ്പിക്കാൻ ആത്മവിശ്വാസത്തോടെ പുതിയൊരു തുടക്കമിടാൻ ഈ ഡ്രീം കം ട്രൂ ഡേ നമുക്ക് കരുത്തേകിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഫസ്റ്റ് റൗണ്ട് അപ്പ് ന്യൂസിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ആരോപണങ്ങൾ നേരിടാൻ മനക്കരുത്തുണ്ടാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച ശ്രീനാദേവി കുഞ്ഞമ്മ. മകരവിളക്കിനൊരുങ്ങി ശബരിമല, സന്നിധാനത്ത് വലിയ തിരക്ക്. താമരയിൽ രാഷ്ട്രീയം കാണേണ്ട, അത് ദേശീയ പുഷ്പമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വടകരയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ MV ശ്രേയസ് കുമാറിന് മേൽ സമ്മർദ്ദം. കള്ളന്മാരെന്ന വ്യാജ പ്രചരണം, പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. പീഡനക്കേസിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശ്രീനാദേവി രാഹുലിന് പിന്തുണ അറിയിച്ചത്. രാഹുലിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുകയാണെന്നും ചിലർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും ശ്രീനാദേവി ആരോപിച്ചു. എല്ലാവരും നിലയുറപ്പിക്കണം. പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, അതിലൊന്നും ഒരു പരാതിയും ഇല്ല. ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതയല്ല, അപ്പൊ നമ്മൾ വിവാഹിതയല്ല എന്നുള്ളത് കൊണ്ട് മൂല്യബോധം വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇതിനെ വളച്ചൊടിക്കരുത്. വിവാഹിതരാണ് എങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിന്റെ ഒരു ബന്ധത്തിനൊക്കെ ഒരു അർത്ഥമില്ലേ, ഒരു സുഖമില്ലേ? ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള, വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, അത് നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആണ് എങ്കിൽ, നമ്മൾ വിവാഹിതരാണ് എങ്കിൽ, ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇരയാര് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കേസിന്റെ വിധി വരാതെ ഒന്നും പറയാനാവില്ല. കോടതിയാണ് കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത്. സത്യത്തിനൊപ്പമാണ് താൻ എന്നും നിൽക്കുന്നതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നു എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കേസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. നിയമസഭാ സാമാജികൻ, ജനപ്രതിനിധി എന്നീ നിലകളിൽ പ്രാധാന്യം കൊടുത്തു വരികയാണ്. എന്നിരുന്നാലും ഈ വിഷയത്തെ വളരെ വിശാലമായി തന്നെ വളച്ചൊടിക്കുന്ന രീതിയിലേക്കാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ നീളുന്നതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇത്രയധികം കഥകൾ പറയുമ്പോൾ ഇല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ചില മാധ്യമങ്ങൾ അജണ്ട വെച്ച് രാവിലെ മുതൽ നടത്തുന്ന കഥാപ്രസംഗങ്ങളിൽ വാസ്തവവും വസ്തുതയും എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അവനവന്റെ വിഷയത്തിലും സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വിഷയത്തിലുമെല്ലാം ഈ കരുതലും കരുണയും വരുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകന്റെ ധാർമ്മികത എവിടെയോ കുറഞ്ഞതായി മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഹുലിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് SIT അപേക്ഷ ഇന്ന് കോടതിയിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് മൂന്നാമത്തെ കേസിൽ പീഡന സംഭവം ഉണ്ടായ ശേഷവും ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പുകൾ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും അസ്വാഭാവികത തോന്നാൻ സാധ്യതയുണ്ട്. ഇതിൽ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിവാഹിതർ ബന്ധത്തിന്റെ മൂല്യവും ഒപ്പം തന്നെ പവിത്രതയും മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. മകരവിളക്കിനായി ശബരിമല സന്നിധാനത്തിലെ ഒരുക്കങ്ങൾ പൂർണ്ണം. ഇന്നലെ 70,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്കുകൾ. ഇന്ന് രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മകരവിളക്കിനായി ശബരിമല സന്നിധാനം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അയ്യപ്പ ദർശനത്തിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. കാത്തിരിപ്പിന്റെ പുണ്യ നിമിഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. കഴിഞ്ഞ ദിവസവും 70,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിനായുള്ള ഭക്തരുടെ നിര ശരംകുത്തി വരെ നീണ്ടു നിൽക്കുകയാണ്. മണിക്കൂറുകളോളം കാത്തിരുന്നാൽ മാത്രമേ ഇപ്പോൾ ദർശനം സാധ്യമാവുകയുള്ളൂ.
ഷെഡുകൾ നിർമ്മിച്ചാണ് ഭക്തർ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്നത്. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് 2 ലക്ഷത്തോളം പേർ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സന്നിധാനത്ത് ശുദ്ധക്രിയ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ പ്രസാദ ശുദ്ധക്രിയകൾ നടന്നു. ഇന്ന് ബിംബ ശുദ്ധക്രിയകൾ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2:50 മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നുമുള്ള നെയ്യ് ഉപയോഗിച്ചുള്ള അഭിഷേകം ഈ സമയത്ത് നടക്കും. നാളെ വൈകുന്നേരം 6 മണിയോടെ പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:30 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. നാളെ ഉച്ചയ്ക്ക് 3 മണി മുതൽ മകരവിളക്ക് ചടങ്ങുകൾ കഴിയുന്നതുവരെ ഭക്തരെ 18ാം പടി കയറാൻ അനുവദിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുവാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്കായി ദേവസ്വം ബോർഡ് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായ ശബരിമല ഇനി മകരജ്യോതി പുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താമരപ്പൂ വിവാദത്തിൽ പ്രതികരിച്ചു. തൃശൂരിൽ കലോത്സവ വേദി സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താമരയിൽ രാഷ്ട്രീയം കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താമരയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും അത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താമര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം എന്നതിലുപരി ഭാരതത്തിന്റെ അടയാളമാണെന്ന് കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. താമരയെ രാഷ്ട്രീയമായി മാത്രം കാണുന്നത് ശരിയല്ലെന്നും ദേശീയതയുടെ ഭാഗമായി അതിനെ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. പരിസ്ഥിതി സംരക്ഷണത്തിനും ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനും താമര പോലുള്ള സസ്യങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും മന്ത്രി സംസാരിച്ചു. പ്രകൃതിയെയും ദേശീയ ചിഹ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണടയിലൂടെ നോക്കിക്കാണുന്ന പ്രവണത മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ള പുഷ്പമാണ് താമര. ഇത്തരം ചിഹ്നങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ദൃഢമായി പറഞ്ഞു. വടകര മണ്ഡലം പിടിച്ചെടുക്കാൻ RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന് CPM ആവശ്യപ്പെട്ടു. 2021 5000 വോട്ടുകൾ LDF പരാജയപ്പെട്ട മണ്ഡലത്തിൽ ശ്രേയസ് കുമാർ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് CPM വിലയിരുത്തുന്നത്. വടകര നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാറിനുമേൽ CPM സമ്മർദ്ദം ശക്തമാകുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ KK രമയോട് LDF പരാജയപ്പെട്ടത് 5000 വോട്ടുകൾക്കായിരുന്നു. ഇത്തവണ MV ശ്രേയാംസ് കുമാർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടലുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും MV ശ്രേയാംസ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിലവിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ശ്രേയാംസ് കുമാർ തനിക്ക് താല്പര്യമില്ലെന്ന് CPMനെ അറിയിച്ചതായാണ് സൂചന. ശ്രേയാംസ് കുമാർ പിന്മാറുകയാണെങ്കിൽ മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനാണ് CPM നീക്കം. കൽപ്പറ്റയിലും കൂത്തുപറമ്പിലും പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ RJD ആലോചിക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ MV ശ്രേയാംസ് കുമാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിദ്ദിഖിനോടാണ് പരാജയപ്പെട്ടത്. കൂത്തുപറമ്പിൽ ഇത്തവണ RJDക്ക് തന്നെയായിരിക്കും മുൻഗണന ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ഉടൻ തന്നെ RJD നേതൃത്വ യോഗം ചേരും. പാലക്കാടിൽ 3 പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളുടെ കള്ളന്മാരാണെന്ന് ചിത്രീകരിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി. പെരിന്തൽമണ്ണ പോലീസാണ് ചത്തല്ലൂർ സ്വദേശികളായ പെൺകുട്ടികൾ പരാതി നൽകിയത്. കരിങ്കൽ അത്താണിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുമായിരുന്നു വ്യാജ പ്രചാരണം നടത്തിയത്. കരിങ്കല്ലത്താണിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പെൺകുട്ടികളെ അപമാനിക്കാൻ ശ്രമിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഫോൺ വിളിക്കാൻ പുറത്തിറങ്ങിയ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയെന്ന് ഹോട്ടൽ ഉടമയുടെ ഭർത്താവ് വോയിസ് മെസ്സേജ് അയക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളും വോയിസ് മെസ്സേജും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പെൺകുട്ടികൾ ദുരിതത്തിലായത്. സമീപത്ത് നടന്ന മോഷണ കേസുകളിൽ ഈ പെൺകുട്ടികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു ഹോട്ടൽ
ഉടമയുടെ ഭർത്താവായ അസീസിന്റെ വോയിസ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ജനാലയിലൂടെ വീടുകളിലേക്ക് നോക്കിയെന്നും വാതിൽ തുറക്കാൻ ശ്രമിച്ചെന്നുമുള്ള വ്യാജമായ കുറ്റപ്പെടുത്തലുകളാണ് ഇവർക്കെതിരെ ഉയർന്നത്. ഈ കള്ളപ്രചാരണങ്ങൾ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും മാനസികമായി തളർത്തിയെന്നും ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത തങ്ങളെ നാട് മുഴുവൻ കുറ്റക്കാരായി കാണുകയാണെന്നും ഇവർ വേദനയോടെ പങ്കുവച്ചു. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിക്കായുള്ള അന്വേഷണം നടക്കുന്നത്. ഈ മണിക്കൂറിലെ ഫസ്റ്റ് റൗണ്ട് വാർത്തകൾ ഇവിടെ അവസാനിച്ചു. വീണ്ടും വരും മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സെക്കൻഡ് റൗണ്ടപ്പിൽ കാണാം.